ഹായ് ഫ്രണ്ട്സ്, ഹെൽത്ത് ആൻഡ് വേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും അതുപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളവർക്കും എങ്ങനെ ഗ്രോ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള 2-4 ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്ര വലിയ സക്സസ് ആയ യൂട്യൂബർ ഒന്നുമല്ല, എന്നാലും എന്റെ ചാനലിന് പറ്റിയ 2-4 മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നത്. ഈ ഒരു 10 മിനിറ്റ് യൂട്യൂബ് ചാനലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതൊരിക്കലും നഷ്ടമായി പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ അവധിയുള്ള ഒരാഴ്ച വന്നിട്ട് ഒരു 10 വീഡിയോ ഇട്ടു, അതിനുശേഷം 1 മാസം വീഡിയോ ഇടാതെ വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് വന്ന് 5 വീഡിയോ ഇട്ടു. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. 5 ദിവസം കൂടുമ്പോഴോ ഡെയിലിയോ 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ ഒരു പർട്ടിക്കുലർ ടൈമിംഗ് കൊടുത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് പോവുക. ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ചാനൽ തുടങ്ങി. ഇപ്പൊ ആ ചാനൽ തുടങ്ങി നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് തുടങ്ങിയതെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കുക്കിംഗ് വീഡിയോ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു 10 കുക്കിംഗ് വീഡിയോ ചെയ്തു, പിന്നെ 3 ദിവസം സിനിമയെ പറ്റിയുള്ള റിവ്യൂ ഇട്ടു, അടുത്ത 2 ദിവസം മേക്കപ്പിനെ പറ്റിയ റിവ്യൂ ഇട്ടു. അങ്ങനെ മിക്സഡ് ആക്കി കളയാതെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഫിക്സ് ചെയ്യുക. എന്ത് ടോപ്പിക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ചാനലിൽ ഫിക്സ് ചെയ്ത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയാണ് എനിക്ക് ഒന്നാമതായിട്ട് എന്റെ ചാനലിന് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ ഹെൽത്ത് ആൻഡ് വേജ് എന്ന് പറഞ്ഞ ഹെൽത്ത് ടിപ്സും യാത്രയുമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ഇടയ്ക്ക് എന്റെ ഞാൻ കോളേജിൽ ടീച്ചിങ് ആണ്. അപ്പൊ കോളേജിലെ ഒരു പ്രോഗ്രാം, ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇട്ടു. അപ്പൊ എന്റെ ചാനലിൽ കയറി വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഡാൻസ് വീഡിയോ ആയിരുന്നു. വേറെ ഡാൻസ് വീഡിയോ ഒന്നും എന്റെ കയ്യിൽ ഇട്ടിട്ടില്ല. ഈ ഒരു വീഡിയോ കയറി ഇട്ടു. ഇതാണ് കയറി വയത്. 100-ന് മുകളിൽ വീഡിയോ ഉണ്ട്. ഒത്തിരി യാത്ര ചെയ്ത വീഡിയോസും ഒരു 10-25ഓളം ഹെൽത്ത് ടിപ്സും ഒക്കെ ചെയ്ത ഒരു ചാനലാണ്. അപ്പൊ ഇതാണ് കയറി വൈറലായത്. അങ്ങനെ വന്നപ്പോ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബർ അത് 1 ലക്ഷത്തിന് മുകളിൽ ആ വീഡിയോ, ആ ഡാൻസ് വീഡിയോ 1 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു. അപ്പൊ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബർക്ക് ചിലപ്പോൾ അതായിരിക്കും ഇൻട്രസ്റ്റ്. അവർ ആ ഡാൻസ് കണ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തത്. നാളെ അവരുടെ അടുത്ത് വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് പനി വരുമ്പോ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ ഹെൽത്ത് ടിപ്സ് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ എന്റർടൈൻ ചെയ്യാനായിട്ടായിരിക്കാം വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ എന്റെ ഒന്നാമത്തെ വൈറലായ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ രണ്ടാമത് എനിക്ക് വൈറലായ ഒരു വീഡിയോ, അത് ഞാനും വൈഫും കൂടെ മണാലി ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ മണാലി ട്രിപ്പ് പോകുന്നത് എങ്ങനെ, വില കുറച്ച് പോവാം, 5000 രൂപയ്ക്ക് താഴെ പോവാം, ഡൽഹി 250 രൂപയ്ക്ക് പോവാം, അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഷിംലയിൽ വെച്ചൊരു ബസ് വളയുന്ന ഒരു വീഡിയോ, ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു വീഡിയോ, ഒരു 2 മിനിറ്റ് വീഡിയോ, ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടന്നപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ബസ് വളയുന്ന ഒരു വീഡിയോ, അത് ഞാൻ വെറുതെ മൊബൈലിലെടുത്തു. അപ്പൊ തന്നെ മൊബൈലിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഈ ഹെൽത്ത് ആൻഡ് വേജിന്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തു. അപ്പൊ എന്റെ രണ്ടാമത്തെ വൈറലായ വീഡിയോ ഈ വീഡിയോ ആയിപ്പോയി. അതും ചെറിയൊരു വൈറലൊന്നും അല്ല ആയത്. 17 ലക്ഷം 1.7 മില്യൺ ആണ് ഈ വീഡിയോ വ്യൂസ്. അപ്പൊ ഇത്രയും പേരും കണ്ടത് ഈ വീഡിയോ ആയിപ്പോയി. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവര്, സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ചിലപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരോ ബസ്സിനെ ഇഷ്ടപ്പെടുന്നവരോ ഇങ്ങനെ വളയ്ക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരോ ആ സ്ഥലത്തുള്ളവരോ ഒക്കെ ആയിരിക്കാം. ഇത്രയും മലയാളം വീഡിയോ, ഒരു ഇംഗ്ലീഷ് വീഡിയോ ഒന്നും ചെയ്തില്ല, ബാക്കി എല്ലാം മലയാളം വീഡിയോ ആണ്. ഇതിന് പക്ഷെ ലാംഗ്വേജിന്റെ ആവശ്യമില്ല, ഇംഗ്ലീഷ് ടൈറ്റിലുമാണ്. അപ്പോൾ ആ വീഡിയോയില് ഇത്രയും 1.7 മില്യൺ വ്യൂസുമായി കമന്റ് വരുന്നതെല്ലാം ഹിന്ദിയിലും ആയിപ്പോയി. റിപ്ലൈ ചെയ്യാൻ പോലും ഹിന്ദി അറിഞ്ഞൂടാത്ത അവസ്ഥ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രം നിങ്ങൾ ഇടുക, വേറെ ആവശ്യമില്ലാത്ത ഇടാതിരിക്കാൻ ട്രൈ ചെയ്യുക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടിപ്സ്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങി, എത്ര രൂപ ഉണ്ടാക്കാം, എത്ര രൂപ കിട്ടും, ആദ്യത്തെ മാസം എത്ര രൂപ കിട്ടും, 2ാമത്തെ മാസം എത്ര രൂപ കിട്ടും, അങ്ങനെ ഒരു പൈസ ഒരുപാട് വാരി കൂട്ടുന്നു എന്നൊരു ചിന്തയായിരിക്കാം ഒരുപാട് പേർക്ക്, സാധാരണക്കാർക്കുള്ളത്. അപ്പം അത് കേട്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ചാടി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ടിപ്പാണ് മൂന്നാമത്തത്. അപ്പൊ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏകദേശം 170ഓളം വീഡിയോ ചെയ്തു.
അപ്പൊ ഒരുവിധം എല്ലാം ട്രാവൽ വീഡിയോസ് ആണ്. അപ്പൊ ട്രാവൽ വീഡിയോ ആണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയി തന്നെ ഷൂട്ട് ചെയ്യണം. മിനിമം 1000 രൂപ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ചെലവ് വരും. പിന്നെയാണ് ഒരു 4-5 മണിക്കൂർ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയും മെനക്കേടുണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ഇങ്ങനെ 160-170 വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപയായിരിക്കും എക്സ്പെൻസ്. അതുപോലെ തന്നെ ഞാൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. ഈ മൊബൈൽ ഷേക്ക് വരാതിരിക്കാനായിട്ട് ഒരു ജിംബല്, ഡ്രോണ്, ഗോപ്രോ, എഡിറ്റ് ചെയ്യാനായിട്ട് ആപ്പിളിന്റെ ലാപ്ടോപ്പ്, ഇങ്ങനെ ഒത്തിരി എക്സ്പെൻസും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ എന്ന് പറയുന്നത് 10,000-ന് താഴെ രൂപയാണ്. അപ്പൊ ഇതിന്റെ ഒരു അംശം പോലും ആയിട്ടില്ല. അപ്പൊ ഒരിക്കലും നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് മാത്രം ചാടി യൂട്യൂബിലേക്ക് വരരുത്. എനിക്ക് എന്റെ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോ തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ എനിക്ക് 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത യാത്രകൾ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ എന്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ നമുക്കുള്ള ഒരു മെമ്മറി, ഒരു ആൽബമായിട്ട് കാണുക. അങ്ങനെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു 10ാം ക്ലാസ് പഠിച്ച് പാസ്സായപ്പോഴേക്കും ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ +2 പാസ്സായപ്പോഴേക്കും ഒരു അവാർഡ് കിട്ടി. അങ്ങനെ ഒരു സമ്മാനമായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പൊ ആ സമ്മാനത്തിന് ആ ഒരു വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇത്രയും കാലം പഠിച്ച ചെലവ് വെച്ച് നോക്കുമ്പോഴേക്ക് ഈ സമ്മാനം 500 രൂപ പോലും വിലയില്ലല്ലോ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചിന്തിച്ച് പോസിറ്റീവായിട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് റവന്യൂ മാത്രം ലക്ഷ്യം വെച്ച് യൂട്യൂബിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ള ടിപ്സ്. ഇപ്പൊ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പൊ ഏത് വാട്സപ്പോ ഫേസ്ബുക്കോ എവിടെ തുറന്നാലും യൂട്യൂബ് ലിങ്ക് കൊണ്ടുവന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലീസ് സബ്സ്ക്രൈബ്, അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യൂ, ആരൊക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യൂ, സ്ഥിരം കമന്റുകളിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും പറഞ്ഞ് ഒരുപാട് പേര് വരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല കണ്ടന്റുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് ചിലപ്പോൾ 5 വീഡിയോ ആകുമ്പോഴാവാം, ചിലപ്പോൾ 10 വീഡിയോ ആകുമ്പോഴാവാം, ചിലപ്പോൾ 50ാമത്തെ വീഡിയോ ആകുമ്പോഴാവാം. അങ്ങനെ യൂട്യൂബ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നല്ല കണ്ടന്റുള്ള വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും വലിയൊരു ലെവലിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കൂടിപ്പോ ഈ 500 പേരോട് വീഡിയോ കാണൂ എന്നൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. അതേസമയം യൂട്യൂബ് മില്യൺസിലാണ് നമ്മുടെ വീഡിയോസ് കൊണ്ടെത്തിക്കുന്നത്. ഈ 10,000 സബ്സ്ക്രൈബർക്ക് അകത്തുള്ള എന്റെ ചാനലിലെ ഒരു വീഡിയോ പോലും ഞാൻ പറഞ്ഞായിരുന്നു 1.7 മില്യൺ വ്യൂസ് ഉണ്ടെന്ന്. അത്രയും വ്യൂവിലേക്ക് വരെ എത്തിക്കുന്നുണ്ട് യൂട്യൂബ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, യൂട്യൂബ് നിങ്ങളെ ഒരു വീഡിയോയെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടാൽ പോലും അങ്ങനെ കൂടിപ്പോയി ഒരു 5 പേരൊക്കെ ആയിരിക്കും ഈ ലിങ്ക് വന്ന് കാണുന്നത്. അവർക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണാതിരിക്കാം. അങ്ങനെ ഇപ്പൊ എനിക്ക് വന്നിട്ട് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ന് വരെ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ പോലും കണ്ടിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് കുക്കിംഗ് വീഡിയോ ഇത് കണ്ടു നോക്കി, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞാൽ ഗതികെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നല്ലാതെ ആ വീഡിയോ ഒന്നും ഒരിക്കലും ഞാൻ കാണാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് ഇപ്പൊ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അപ്പോ അടുത്ത ടിപ്പിലേക്ക് പോവാം. ഈ ടിപ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ARJYOU വീഡിയോ എങ്ങനെയാണ് വൈറലായത് എന്റെ ഒരു നിരീക്ഷണമാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ആദ്യത്തെ ടിപ്പില് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഒരു പർട്ടിക്കുലർ കണ്ടന്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. നിങ്ങൾ 10 വീഡിയോ ചെയ്യണമെങ്കിലും അതിൽ തമ്മിൽ കണക്ഷൻ വേണം. അപ്പൊ ഇവിടെ സംഭവിച്ചത്, പുള്ളി ഒരു വ്യത്യസ്ത തരം ട്രോള് ആണ് പുള്ളിയുടെ ആ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പുള്ളിയുടെ ഒരു മൊത്തം 10-12 വീഡിയോ ഉള്ളതിൽ 10 വീഡിയോയിൽ ഈ ഒരു ടൈപ്പാണ്. അപ്പോഴേക്ക് സംഭവിച്ചത് എന്താ, പുള്ളിയുടെ 2 വീഡിയോ യൂട്യൂബ് സജസ്റ്റ് ചെയ്തു. അങ്ങനെ സജസ്റ്റ് ചെയ്തു ഇതേപോലെ ലാക്സിലെ ആൾക്കാരിലേക്ക് എത്തിച്ചപ്പോൾ കണക്ഷൻ കിട്ടി. അതായത് ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും അവർക്ക് ഇൻട്രസ്റ്റീവായിട്ട് തോന്നി, ബാക്കി വീഡിയോകളും കാണാൻ തുടങ്ങി. അങ്ങനെ കണക്ഷൻ വേണം. അത് വരണമെങ്കിൽ ഞാൻ ആദ്യത്തെ ടിപ്പിൽ പറഞ്ഞ പോലെ നിങ്ങളൊരു ടോപ്പിക്കിൽ ഉറച്ചു നിൽക്കണം. എന്റെ ചാനലിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇവിടെയാണ്. ഞാൻ 100ഓളം വീഡിയോ ചെയ്തു, പക്ഷെ വൈറലായ എന്റെ ഒരു വീഡിയോ വന്നിട്ട് ആ ബസ് വളയുന്നതാണ്. അത് ഇതേപോലെ 1.7 മില്യണിലേക്ക് വ്യൂസിൽ എത്തിച്ചെങ്കിലും വേറെ കണക്ഷൻ ഇല്ല. അതുപോലെ ഒരു വീഡിയോ എന്റെ വേറെ ഇല്ല. അപ്പൊ അത്
അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ കണ്ടിന്യൂസ് ഒരേ ടൈപ്പ് ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് ഇട്ടു പോവുക. അത് തന്നെയാണ് ബെസ്റ്റ് മെത്തേഡ്. ഇനി അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ എന്ത് ബേസ് ചെയ്ത ഒരു ചാനൽ തുടങ്ങണം എന്ന് ചിന്തിക്കണവരോടാണ് എനിക്ക് അടുത്ത ടിപ്പ്. എന്ത് റിലേറ്റഡ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങണം. ഇപ്പൊ എക്സാമ്പിൾ, യാത്രാ ചാനലാണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, യാത്ര ഒരുവിധം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഘടകമാണ്. ടെക്ക് വന്നിട്ട് ഇപ്പൊ ഒരുപാട് ചാനലുകളുണ്ട്, അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് രക്ഷപ്പെടാൻ ഇത്തിരി പാടാണ്. ഈ ടെക്കൊക്കെ എന്ന് വെച്ചാൽ ഗേൾസിനൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നും ഇല്ലായിരിക്കാം. അതുപോലെ തന്നെ ഫുഡ്, കുക്കിംഗ് വന്നിട്ട് ബോയ്സ് ഒന്നും കാണാൻ സാധ്യതയില്ല ഈ കുക്കിംഗ് വീഡിയോസ്. മേക്കപ്പ് ചാനലുകളും ലേഡീസ് കുറെ പേര് അതിന്റെ പുറകെ ഇരിക്കുന്നവർ കാണും, പക്ഷെ ജെന്റ്സിനൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരെ ബേസ് ചെയ്ത് നോക്കിയാല് അത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ ചാനലാണെങ്കിൽ പഠിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ, അല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ആ എഡ്യൂക്കേഷനിൽ വന്ന് കാണേണ്ട കാര്യമില്ല. അതേസമയം നമ്മളെ ടച്ചിങ് ബ്രോയുടെ വീഡിയോയിൽ രണ്ടാമത് സംഭവിച്ച പോസിറ്റീവ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ് പുള്ളി ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഒരാളെ സ്വന്തമായി സന്തോഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആളുമില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എന്റർടൈൻമെന്റ്. അതും കൂടെയാണ് ഈ വീഡിയോയില് ഒരു സക്സസിന് കാരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ചാനൽ തുടങ്ങുമ്പോൾ മറ്റുള്ളവനെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ അവന് എന്ത് പ്രയോജനം ഈ വീഡിയോ കണ്ടതിലൂടെ കിട്ടും എന്നതിനെ ബേസ് ചെയ്തിരിക്കും വ്യൂസ് വന്ന് കാണുന്നത്. അപ്പൊ അതുകൂടെ ചിന്തയിൽ വെച്ച് വേണം നിങ്ങളൊരു ചാനൽ തുടങ്ങാനായിട്ട്. അപ്പൊ അടുത്ത ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനല് ഒരിക്കലും ഒരു ഫുൾ ടൈം ജോബായിട്ട് ആദ്യം കാണാൻ ശ്രമിക്കരുത്. മറ്റു ജോലി, നിങ്ങൾക്കൊരു വേറൊരു ജോലി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും വീഡിയോ ചെയ്യുക. അങ്ങനെ ആദ്യം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇതിനു വേണ്ടി മുതൽ മുടക്ക് കൊടുക്കരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്ത്, മൊബൈലിൽ തന്നെ എഡിറ്റിംഗ് ഒരുപാട് ആപ്പുകളുണ്ട്, അത് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ആദ്യമൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ ആദ്യം വലിയ SLR-ഉം വലിയ കമ്പ്യൂട്ടറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിനേറ്റ വരുമാനമൊന്നും ആദ്യം കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് വെറുതെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളെ പൈസ ഇല്ലാത്ത സമയമാണെങ്കിൽ ഇതിലേക്കായിട്ട് നിങ്ങൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അടുത്ത ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻട്രോ പറയാൻ മാത്രം 5 മിനിറ്റ് അതും ഇതും പറഞ്ഞ് വെറുതെ ലെങ്തി ആക്കാൻ ശ്രമിക്കരുത്. മാക്സിമം ചുരുങ്ങിയ സമയത്ത് ആൾക്കാർക്ക് എങ്ങനെ ഇൻട്രസ്റ്റീവ് ആയിട്ട്, അവൻ 1 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ബാക്കി 10 മിനിറ്റും കാണണം. അങ്ങനെ 10 മിനിറ്റ് കാണുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത്രയും ലെങ്തി ആക്കുക, അല്ലെങ്കിൽ കഴിയുന്ന ചെറിയ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ആൾക്കാർക്കൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കാണാനുള്ള ഒരു ടൈപ്പ് ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോ അതിന്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നുകയും അവസാനം വരെ കാണാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ ഒരു സിനിമയുടെ മെയിൻ കണ്ടന്റ് ചിലപ്പോൾ ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ആയിരിക്കും അതിന്റെ ക്ലൈമാക്സ്. അത് കാണാനായിട്ട് നമ്മൾ 2.5 മണിക്കൂർ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അതുപോലെ നിങ്ങളുടെ ടോപ്പിക്കിനെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് പ്രോപ്പർ വിഷ്വൽ എഫക്റ്റ്, അതായത് വീഡിയോ ക്വാളിറ്റി കൊടുക്കാൻ ശ്രമിക്കുക, ഓഡിയോ ക്വാളിറ്റി, സൗണ്ട് നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക, ബാക്ക്ഗ്രൗണ്ട് പറ്റുന്ന കേസിലാണെങ്കിൽ നല്ല മ്യൂസിക് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നല്ല തംബ്ലൈനും കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ടൈറ്റിൽ വായിച്ചു നോക്കിയിട്ടല്ല വീഡിയോയിലേക്ക് വരുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഒരു യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ നല്ല തംബ്ലൈനിലെ ഡയലോഗ് വായിച്ചിട്ടായിരിക്കാം മിക്കവാറും സമയങ്ങളിൽ ഈ ചാനൽ ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പൊ നല്ല തംബ്ലൈനും കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോ ലാസ്റ്റ് ടിപ്പായിട്ട്, ഇപ്പൊ തന്നെ ലെങ്തി ആയിപ്പോയി, ഞാൻ ലാസ്റ്റ് ഒരു ടിപ്പ് കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ടിപ്പായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തു ഒരു 10-15 വീഡിയോ ആയപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ കയറി വൈറലായി. ഇപ്പൊ എക്സാമ്പിൾ, അതായത് കുക്കിംഗ് ചാനലായിരുന്നു, ഇതിനിടയിൽ കൊണ്ടുവന്ന് നിങ്ങളൊരു മുടി എങ്ങനെ കറുപ്പിക്കാന്ന ഒരു വീഡിയോ ഇട്ടു, അത് കയറി വൈറലായി ഒരു 5 ലക്ഷം വ്യൂസ് ആയെന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ പിറ്റേന്ന് വീണ്ടും വന്നിട്ട് ചിക്കൻ കറി എങ്ങനെ വയ്ക്കാമെന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബറും വ്യൂസും കാണത്തില്ല.
കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആകെ വൈറലായ 5 ലക്ഷം വരിലേക്ക് എത്തിയത് മുടി എങ്ങനെ കറുപ്പിക്കാന്നുള്ള വീഡിയോ കണ്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് കാണും അങ്ങനെ ചെയ്യുന്നവരായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ സബ്സ്ക്രൈബ് ചെയ്തവരായിരിക്കും ഇത് കിട്ടിയ ഒരു 10,000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ അത്രയും സബ്സ്ക്രൈബർ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പുരികം കറുപ്പിക്കാമെന്നോ എങ്ങനെ സുന്ദരനാവാമെന്നോ അങ്ങനെയൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. എങ്കിൽ വ്യൂസ് കൂടും. ഇതിങ്ങനെ ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ 2 തവണ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വൈറലായത് ഡാൻസ് റിലേറ്റഡ് ഇട്ടു, അത് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല, ആ വണ്ടിയും ഇട്ടു. പിന്നെ എനിക്ക് വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രാവ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു. അതായത് ആദ്യമായിട്ട് പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പൊ അത് ഒരു 10-14,000 പേര് കണ്ടു. അങ്ങനെ വന്നപ്പോ ഞാൻ രണ്ടാമതും പ്രാവിനെ എങ്ങനെ ഇണക്കിയെടുക്കാം, രണ്ടാമത്തെ ഒരു കെട്ടിങ് കിട്ടും. അപ്പൊ അത് ഒരാഴ്ച കൊണ്ട് 7,000 പേര് കണ്ടു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രാവിന് കൊടുക്കാവുന്ന മെഡിസിനുകൾ ഇട്ടു. അപ്പൊ അതും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂഷൻ കിട്ടി. അപ്പൊ ആ ഒന്നാമത്തെ പിജന്റേത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവര് രണ്ടാമത്തത് കണ്ടപ്പോ ആദ്യ ദിവസം തന്നെ അത്രയും പേര് കാണുന്നുണ്ട്. മൂന്നാമത്തെ ഇത് വിട്ടപ്പോ അത്രയും പേര് വീണ്ടും കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അവർക്ക് അത് ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നും. അത് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. കണക്ട് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യവും ആ റിവ്യൂ ബ്രോയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പുള്ളി ടിക്ടോക്ക് റിലേറ്റഡ് ആയിട്ട് 5 വീഡിയോ ചെയ്തു. അതിൽ 2 വീഡിയോ വൈറലായപ്പോ സ്വാഭാവികമായിട്ട് ബാക്കി 3 വീഡിയോയും ബാക്കിയുള്ളവർ കാണാൻ ശ്രമിക്കും. ഈ കണ്ട് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളവരെല്ലാം ബാക്കി വീഡിയോസും കണ്ടു. അങ്ങനെ വന്നപ്പോ 5ഉം ഒരുപോലെ 1.5 മില്യനും 2 മില്യനും ഒക്കെ വ്യൂസ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്തുള്ള വീഡിയോസ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചാനലിൽ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.